ഹലോ മക്കളെ, 4 മാർക്കിന് നിങ്ങളുടെ ഇംഗ്ലീഷ് പേപ്പറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഉറപ്പായിട്ടുള്ള ചോദ്യമാണ് ഇമെയിൽ റേറ്റിംഗ്. ഈ ഇമെയിൽ റേറ്റിംഗ് 4 മാർക്കും കിട്ടണമെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം മാത്രം കേട്ടാൽ മതി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ ഇമെയിലിൻ്റെ ഫോർമാറ്റാണ്. നിങ്ങളെല്ലാവരും ഇമെയിലൊക്കെ എഴുതിയ ആൾക്കാരാണെന്ന് എനിക്കറിയാം, എന്നാലും അതിൻ്റെ ഫോർമാറ്റ് പ്രോപ്പറായിട്ടൊന്ന് പഠിക്കാം. ആദ്യം വേണ്ടത് ഫ്രം എന്ന് എഴുതുക, 2 കുത്തുകുത്ത് ഇടുക. എന്നിട്ട് ഫ്രം ആരാണോ എന്നുള്ളവരും ആ പേര് എഴുതി വെക്കുക. മിക്ക സമയത്തും നിങ്ങൾ ചാപ്റ്ററിലെ ഒരാളായിട്ട് നിങ്ങളോട് വിചാരിക്കാൻ പറയും. ഇപ്പം മണിയോ അല്ലെ അബ്ദുൽ കലാമോ അതിൽ വിചാരിക്കാൻ പറയും, ഇതിന് മെയിൽ എഴുതാനാണ് പറയാം. അപ്പം ആരാണോ അയക്കുന്നത് അയാളുടെ പേര് മണിയാണ്, മണി. അബ്ദുൽ കലാമാണ്, അബ്ദുൽ കലാം എന്ന് എഴുതി വെക്കുക. ഇമെയിൽ ഐ ഡി ഇതുപോലത്തെ 2 ചിഹ്നത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഇമെയിൽ ഐ ഡി എത്രയെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കുക. 2 എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ നിങ്ങൾ എഴുതുന്നത് അയാൾ എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ഫോർമൽ ഇമെയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓഫീസറിനാണ് ഇത് ഓഫീസർ ഇന്ന ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് എഴുതുക, ഒരു ഇമെയിൽ ഐ ഡി എഴുതി വെക്കുക. ഈ പേര് എഴുതാതെ വെറും ഇമെയിൽ ഐ ഡി എഴുതിയാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഇമെയിൽ ഐ ഡി ഇല്ലാതെ പേര് മാത്രം എഴുതിയാലും കുഴപ്പമുണ്ടാവില്ല, മാർക്ക് കട്ടൊന്നും ആക്കില്ല. പക്ഷെ 2 എഴുതി വെക്കുകയാണ് അതിൻ്റെ രീതി. ആക്ച്വൽ ഇമെയിൽ ഫോർമാറ്റ് അതാണ്. ഓക്കെ, പിന്നെ എന്തായാലും വേണ്ടതാണ് സബ്ജക്റ്റ്. ഒരൊറ്റ സെൻറ്റൻസിൽ ഷോർട്ടായിട്ട് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എഴുതുക. റിക്വസ്റ്റ് ടു ക്ലിയർ ദ റോഡ് ആൻഡ് അറേഞ്ച് ദ റെസ്ക്യൂ. മിക്ക സമയത്ത് ഒരു റിക്വസ്റ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ അത് എഴുതുക, എന്താണോ അതിൻ്റെ മെയിൻ സാധനം എന്നുള്ളത്. നെക്സ്റ്റ് വേണ്ടത് സല്യൂട്ടേഷനാണ്. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിയർ സർ ഓർ മാഡം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിനാണെങ്കിൽ ഡിയർ മണി അല്ലെ ഡിയർ മനു എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ സർ/മാഡം എന്ന് എഴുതി വെക്കാം. പ്രത്യേകിച്ച് ഓഫീസർ സർ ആണോ മാഡം ആണോ നമുക്കറിയില്ലെങ്കിൽ അങ്ങനെ എഴുതി വെക്കണം, അതിൻ്റെ ഏറ്റവും ഉചിതം. വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. മേജർ ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, മെനി പാസഞ്ചേഴ്സ് ആറുള്ള അങ്ങനെയാണ് സിറ്റുവേഷൻ ഉള്ളത്. അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റിക്വസ്റ്റോ കൺക്ലൂഷനോ കൊടുക്കുക. കൈൻഡ്ലി ക്ലിയർ ദ റോഡ് ആസ് സൂൺ ആസ് പോസിബിൾ. റിക്വസ്റ്റ് ആണ്, പ്ലീസ് സെൻഡ് റെസ്ക്യൂ ടീം ടു ഹെൽപ്പ് ദ പാസഞ്ചേഴ്സ്, ഐ ഹോപ്പ് യു വിൽ ടേക്ക് ഇമീഡിയറ്റ് ആക്ഷൻ. ഒരു കൺക്ലൂഷൻ പോലെ കൊടുക്കുക, വളരെ ഷോർട്ടായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, എക്സ്ട്രാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഴുതി തീർക്കാം, പക്ഷേ ബേസിക്കലി ഈ രീതിയിലായിരിക്കും ഉണ്ടാവേണ്ടത്. ഒരു മെയിൻ ബോഡി ഉണ്ടാവണം, ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. അവസാനം യുവേഴ്സ് ട്രൂലി അല്ലെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. യുവേഴ്സ് അപ്പോസ്ട്രഫി ഇല്ല കേട്ടോ, പേരും കൂടെ കൊടുക്കുക, സൈൻ ഓഫ് എൻ നെയിം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇമെയിലിന് ഫോർമാറ്റിന് ഫുൾ മാർക്കായി. അതായത് 4 മാർക്കിൽ ഓൾമോസ്റ്റ് 2.5 മാർക്ക് ഇങ്ങനെ തന്നെ കിട്ടും. ബാക്കി 1.5 മാർക്ക് ഇങ്ങനെ ഉണ്ടാക്കുക. ഓബ്വിയസ്ലി നിങ്ങളുടെ കണ്ടന്റ് എങ്ങനെ ഉണ്ടാവും, ചാപ്റ്റർ റിലേറ്റഡ് ആയിരിക്കും മിക്കവാറും ചോദ്യം വരിക. അപ്പോൾ ആ ചാപ്റ്റർ എത്രത്തോളം നിങ്ങൾക്ക് അറിയാമെന്നുള്ളവരും ടീച്ചർ ജഡ്ജ് ചെയ്യും, നിങ്ങളുടെ ലാംഗ്വേജും കാര്യങ്ങളും ജഡ്ജ് ചെയ്തിട്ടായിരിക്കും ആ ബാക്കിയുള്ള മാർക്ക് വരിക. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചോദ്യങ്ങൾ നോക്കാം. Money and Granny find it extremely difficult to continue the journey after landslide. Money sends an email to the office of the Border Roads organization in Missouri. To clear the road and ensure necessary arrangements for rescue operation. Draft the likely email. ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. ഫ്രം എഴുതുന്നു, ടു എഴുതുന്നു, സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുന്നു, സല്യൂട്ടേഷൻ വേണം, ഡിയർ സർ ഓർ മാഡം. ഇതൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നു, ഐ ഹോപ്പ് യു വിൽ ടേക്ക് ദി ഇമീഡിയറ്റ് ആക്ഷൻ. റിക്വസ്റ്റും കൺക്ലൂഷനും കൊടുക്കുന്നു, പേര് കൊടുക്കുന്നതിന് മുമ്പ് യുവേഴ്സ് ട്രൂലി അല്ലെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഇത്രയുള്ള സംഭവം. ഇത് ഓൾറെഡി നമ്മൾ നോക്കിയ എക്സാമ്പിളാണ്, വീണ്ടും കൂടുതൽ നോക്കാനില്ല. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം, പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളത്. എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, പക്ഷേ എക്സാമ്പിൾ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല, എന്താണ് ഇങ്ങനെ അങ്ങോട്ട് എഴുതി ഫലിപ്പിക്കേണ്ടതെന്ന്. വായിച്ചു നോക്കുക. ദ റെസിഡൻസ് ഓഫ് രാമേശ്വരം വില്ലേജ് ഹാഡ് എ ഡിഫിക്കൽട്ട് ടൈം വെൻ ദ റെയിൽവേ ഡിസൈഡഡ് ടു ഡു അവേ വിത്ത് ദ സ്റ്റോപ്പ്. സ്റ്റോപ്പ് രാമേശ്വരത്ത് നിർത്താൻ വേണ്ടി തീരുമാനിച്ചില്ല ചാപ്റ്ററിൽ, അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. Kalam takes the initiative to send an email to the divisional manager requesting them to reinstate, തിരിച്ചു കൊണ്ടുവരിക, the stop at രാമേശ്വരം. അപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ ഇമെയിൽ എഴുതണം. അബ്ദുൽ കലാം ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഫ്രം ആരായിരിക്കും, അബ്ദുൽ കലാം എഴുതി വെക്കുക. ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, @example.com gmail.com എന്ത് വേണം കൊടുക്കുക. 2 എന്ന് പറഞ്ഞിട്ട് ആർക്കാ, ഡിവിഷണൽ മാനേജറാണ്, പേരൊന്നും അറിയില്ല. അപ്പോൾ ടു ദ ഡിവിഷണൽ മാനേജർ ഒരു ഇമെയിൽ ഐ ഡി അങ്ങോട്ട് കൊടുത്തേക്കുക. ഈ ചിഹ്നത്തിൻ്റെ ഇടയിൽ കൊടുക്കാതിരിക്കുക, ഡസൻറ്റ് മാറ്റർ. സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിക്വസ്റ്റ് ടു റീഇൻസ്റ്റേറ്റ് ദ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം. ഒരൊറ്റ സെൻറ്റൻസിൽ വളരെ ഷോർട്ടായിട്ട്. ഡിയർ സർ ഓർ മാഡം, നമുക്ക് അറിയില്ല ആരാണ്, അപ്പോൾ ഡിയർ സർ/മാഡം എന്ന് എഴുതുക. കാര്യം പ്രസ്താവിക്കുക, നേരെ ഹൈ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ഒന്നും വേണ്ട, ഇത് ലെറ്റർ റൈറ്റിംഗ് അല്ല, മനസ്സിലായി. മാത്രമല്ല ഇത് ഫോർമലാണ്, അപ്പോൾ ഒരു പരിപാടിയും വേണ്ട, നേരെ കാര്യം പറയുക. ദ റെയിൽവേ ഹാസ് സ്റ്റോപ്ഡ് ദ ട്രെയിൻ സർവീസ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. ദിസ് ഹാസ് കോസ്റ്റ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഫോർ ദ റെസിഡൻസ്. അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലേ, അത് ഇങ്ങോട്ട് കൊടുത്താൽ മതി. ന്യൂസ് പേപ്പർ ആൻഡ് അതർ എസെൻഷ്യൽ ഐറ്റംസ് ഡു നോട്ട് റീച്ച് വില്ലേജ് ഈസിലി. കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുക ബേസിക്കലി, അല്ലേ. കോമൺ സെൻസ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി, അത് ഭയങ്കരമായിട്ട് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലതൊന്നും. ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ആർ നൗ ത്രോൺ ഫ്രം ദി മൂവിംഗ് ട്രെയിൻ. ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അങ്ങനെ എറിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. കൈൻഡ്ലി റിക്വസ്റ്റ് ആണ്, കൈൻഡ്ലി റീഇൻസ്റ്റേറ്റ് ദ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. ഇറ്റ് വിൽ ഗ്രേറ്റ്ലി ഹെൽപ്പ് ദ റെസിഡൻസ്, സ്റ്റുഡൻസ് ആൻഡ് വർക്കേഴ്സ് ഓഫ് റിലേഷൻ. ഇതും കൂടി കൊടുത്തേക്ക്, കഴിഞ്ഞ കൊടുത്ത പോലെ ഐ ഹോപ്പ് യു വിൽ ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. അല്ല നമ്മൾ കഴിഞ്ഞ ഇതിൽ എന്ത് കൊടുത്താൽ ഐ വിൽ, അത് സെയിം
അപ്പോൾ റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഐ ഹോപ്പ് യു വിൽ ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ, അല്ലെ എന്താണ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. യുവേഴ്സ് ട്രൂലി കലാം. ഇത്രയേ ഉള്ളൂ. ഇതങ്ങോട്ട് വൃത്തി ചെയ്ത് വെച്ചാൽ 4 മാർക്ക് ഇങ്ങനെ അങ്ങോട്ട് പോരും. ആകെ ഈ ഫോർമാറ്റിൽ പറഞ്ഞ കാര്യം എസ്പെഷ്യലി സബ്ജക്റ്റ് വിട്ടുപോയിരുന്നാൽ മതി. ക്ലിയർ ആണല്ലോ? 4 മാർക്കും വാങ്ങിച്ച് വരില്ലേ? വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇംഗ്ലീഷ് പരീക്ഷ പൊള്ളിക്കണം, തകർക്കണം.